ഒരു വൻ യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് ലോകം ഒടുവിൽ രക്ഷപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ആ ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്ക് വരാം. ദ ഹിസ്റ്റോറിക് US-ഇറാൻ പീസ് ഡീൽ. ഈ ഡീൽ കേവലം ഒരു സമാധാന കരാറല്ല. ഇതിനു പിന്നിൽ ട്രംപ് വെച്ചിരിക്കുന്ന കെണികൾ വേറെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മിഡിൽ ഈസ്റ്റിൽ എന്താണ് നടക്കുന്നത്? യുദ്ധം, വ്യോമാക്രമണങ്ങൾ, എണ്ണവില കുതിച്ചുയരുന്നു. ലോകം ഒന്നടങ്കം ആശങ്കയിലാണ്. എന്നാൽ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള ഒരു പീസ് ഡീൽ ലാർജ്ലി നെഗോഷിയേറ്റഡ് ആയി കഴിഞ്ഞു എന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ സംശയം അതല്ല. എപ്പോഴും ഇറാനെ തകർക്കാൻ നോക്കുന്ന അമേരിക്ക പെട്ടെന്ന് എങ്ങനെ സമാധാനത്തിന് തയ്യാറായി? അതിന് പിന്നിൽ ട്രംപ് വെച്ചിരിക്കുന്ന കഠിനമായ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഇറാൻ ശരിക്കും മുട്ടുകുത്തിയോ? പരിശോധിക്കാം. നമുക്ക് കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കുറച്ച് പിന്നോട്ട് പോകണം. 2018 ട്രംപ് തന്റെ ആദ്യ ടേമിൽ ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് മുതലാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. തുടർന്ന് മാക്സിമം പ്രഷർ ക്യാമ്പയിനും ഉപരോധങ്ങളും വന്നു. എന്നാൽ 2025-ലും 2026-ന്റെ തുടക്കത്തിലും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇസ്രായേലും ഇറാനും നേരിട്ട യുദ്ധത്തിലേക്ക് നീങ്ങി. അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് വലിയ രീതിയിൽ സൈന്യത്തെ അയച്ചു. അതിനിടയിലാണ് ഫസ്റ്റ് പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്ന ലേറ്റസ്റ്റ് വിവരങ്ങളും വിരൽ ചൂണ്ടുന്ന ആ സുപ്രധാന കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ദ അൾട്ടിമേറ്റം. ട്രംപ് ഇറാന് മുന്നിൽ വെച്ച കടുത്ത നിബന്ധനകൾ, ടേംസ് ഓഫ് ദി പീസ് ഡീൽ എന്തൊക്കെയാണ് എന്നറിയാമോ? പ്രധാനമായും 5 പോയിന്റുകളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഇതാണ്: ഇറാന്റെ അണുബോംബ് മോഹം. ട്രംപിന്റെ ഏറ്റവും പുതിയ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ദേ കൻ നോട്ട് ഡെവലപ്പ് ഓർ പ്രിക്യൂർ എ ന്യൂക്ലിയർ വെപ്പൺ. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള ഹൈലി എൻറിച്ച്ഡ് യുറേനിയം സ്റ്റോക്ക് ഉപേക്ഷിക്കണമെന്നാണ് അമേരിക്കയുടെ ഡിമാൻഡ്. ട്രംപിന്റെ ഏറ്റവും പുതിയ ലക്ഷ്യവും ഇതാണ്: ഇറാനെ ഒരു തരത്തിലും ന്യൂക്ലിയർ പവർ ആകാൻ സമ്മതിക്കില്ല. ഇനി രണ്ടാമത്തേത് റീഓപ്പണിംഗ് ഓഫ് ദി സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുക. രണ്ടാമത്തേത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്, സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്. ലോകത്തെ 20% ക്രൂഡ് ഓയിൽ പാസ് ചെയ്യുന്നത് ഈ ഇടുങ്ങിയ കടൽമാർഗത്തിലൂടെയാണ്. യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇറാൻ ഇത് ബ്ലോക്ക് ചെയ്തതോടെ ആഗോളതലത്തിൽ എണ്ണവില വളരെ പെട്ടെന്ന് കുതിച്ചുയർന്നു. ഇപ്പോൾ ഈ ഡീലിന്റെ ഭാഗമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് യാതൊരുവിധ നികുതി ടോൾസും ഇല്ലാതെ പൂർണ്ണമായും തുറന്നു കൊടുക്കേണ്ടി വരും. ഇനി ലിഫ്റ്റിംഗ് ദ ബ്ലോക്കേഡ് ആൻഡ് ഓയിൽ സെയിൽസ്, ഉപരോധങ്ങളുടെ നീക്കലാണ്. അടുത്തത് ഇറാനുമായിട്ടുള്ള ചെറിയൊരു ആശ്വാസമാണ്. പക്ഷെ അതിനും അമേരിക്ക കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നേവൽ ബ്ലോക്കേഡ് പിൻവലിക്കും. അതോടെ ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വീണ്ടും എണ്ണ വിൽക്കാൻ അനുവദിക്കപ്പെടും. പക്ഷേ ന്യൂക്ലിയർ ഡീലിലെ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായും നടപ്പിലാകൂ. ഇനി റീജിയണൽ സീസ്ഫയർ ആൻഡ് പ്രോക്സീസ്, അതായത് നാലാമത്തെ കാര്യം ഇങ്ങനെയാണ്: ഇറാന്റെ കയ്യിലെ പ്രോക്സീസ് ആണ്. അതായത് ലെബനിലെ ഹെസ്ബൊല്ല, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ എന്നിവർക്കുള്ള ഇറാന്റെ സപ്പോർട്ട്. ഈ ഡീൽ വരുന്നതോടെ ലെബനിലും മറ്റു പ്രദേശങ്ങളിലും പൂർണ്ണമായ ഒരു വെടിനിർത്തൽ ഉണ്ടാകും. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ സാമ്പത്തികമായിട്ട് ഒതുക്കി ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ദുർബലപ്പെടുത്തുക എന്നതാണ് ട്രംപിന്റെ പ്ലാൻ. ഇനി ഇത് ഏബ്രഹാം അക്കോർഡ്സ് ഹിന്റ് ആണ്. അതായത് ഇതാണ് ഈ ഒരു സംഭവത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ട്രംപ് ഇപ്പോൾ ഒരു സൂചന നൽകിയിട്ടുണ്ട്, ഒരുപക്ഷെ ഇറാൻ ഭാവിയിൽ ഏബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമായേക്കാമെന്ന്. അതായത് ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ കൈകോർക്കുന്ന സമാധാന കരാർ. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പറയുന്നത് തങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്നാണ്. എങ്കിലും ട്രംപ് തന്റെ നയതന്ത്ര കളി തുടരുകയാണ്. ഇനി നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് US-ഉം ഇറാനും തമ്മിൽ ഇപ്പോൾ ഒരു 60 ദിവസത്തെ സീസ് ഫയർ എക്സ്റ്റൻഷനിലേക്ക് നീങ്ങുകയാണ്. ഈ 60 ദിവസത്തിനുള്ളിൽ ബാക്കി തർക്കങ്ങൾ പരിഹരിക്കാനാണ് ശ്രമം. സൗദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെയും അതുപോലെ ഏഷ്യയിലെയും പ്രധാന രാജ്യങ്ങളെല്ലാം ഈ ചർച്ചകളിൽ മധ്യസ്ഥരായി കൂടുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ട്രംപിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക ഏജൻസിയായ ഫാർസ് ന്യൂസ് പറയുന്നത് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ഇൻകംപ്ലീറ്റ് ആണെന്നാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് തങ്ങളുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ഇപ്പോഴും ഒരു ടൈറ്റ് റോപ്പിലാണ് നടക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് അല്ലെ? ഡൊണാൾഡ് ട്രംപ് തന്റെ സെക്കൻഡ് ടേമിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു വമ്പൻ റീഷഫ്ലിംഗ്, ഒരു പുതിയ ലോകക്രമമാണ് ലക്ഷ്യമിടുന്നത്. ഇറാനെ പൂർണ്ണമായും യുദ്ധം ചെയ്ത് നശിപ്പിക്കുന്നതിന് പകരം അവരുടെ കൈകാലുകൾ കെട്ടിയിട്ട് സ്വന്തം നിബന്ധനകൾക്ക് മുന്നിൽ മുട്ടുകുത്തിക്കുക എന്ന മാസ് സ്ട്രാറ്റജി. ഈ സമാധാന കരാർ വിജയിച്ചാൽ ലോകത്തിന് അതൊരു വലിയ ആശ്വാസമായിരിക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് എണ്ണവില കുറയാൻ ഇത് സഹായിക്കും. പക്ഷെ ചോദ്യം ഇതാണ്: ചരിത്രപരമായി അമേരിക്കയെ വിശ്വസിക്കാത്ത ഇറാൻ ഈ ചതിക്കുഴികളിൽ വീഴുമോ? അതോ ട്രംപ് വിചാരിച്ച പോലെ മിഡിൽ ഈസ്റ്റിൽ ഇനി സമാധാനത്തിന് നാളുകളാണോ വരുന്നത്? കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.